ഇതരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. പുത്രൻ്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിലോട്ടൊന്ന് കടന്നു വരുവാൻ തക്കടം സഹായിച്ച് ബലപ്പെടുത്തി സുബോധത്തോടെ ഉറങ്ങി ഉണരുവാനും തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അപ്പാ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മകളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ അപ്പാ. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ പൊന്നുപാദപീഠത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. അടിയങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതെ പോർച്ചാതെ മരണത്തിന് ഏൽപ്പിക്കാതെ ഇന്ന് വരെ സൂക്ഷിച്ച ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും എൻ്റെ അപ്പൻ്റെ വലിയ സ്നേഹവും കരുണയും കരുതലും ഞങ്ങൾക്ക് വേണമപ്പാ. ഇന്നുവരെയും ഞങ്ങളെ അൻപാർന്ന കരത്തിനുള്ളിൽ പൊതിഞ്ഞ കർത്താവ് വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ കർത്താവേ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ പഠനം, അവരുടെ ഭാവിയൊക്കെ ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. പഠിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവേ, സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ വാർക്കുന്ന ഭവനം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. നാഥാ, അവിടുന്ന് ഞങ്ങളെ കരുതണമേ, അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ പഠന ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ കർത്താവ് മാനിക്കണമേ. അവരുടെ പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. ജയത്തോടെ അവരെ നടത്തണമേ. പ്രത്യേകിച്ച് പരീക്ഷയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയൊക്കെ കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. നല്ല ജയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുമാറാകണം. അവരാഗ്രഹിച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം OIT IELTS പഠിക്കുന്ന മക്കളുണ്ട്, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട്, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. കർത്താവെ, സ്തോത്രം, സ്തോത്രം. എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും ഒക്കെ കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. എൻ്റെ കർത്താവ് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ പ്രയത്നിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയുമാറാകണം. അവരുടെ ഹാലിലെ കർത്താവ് കണ്ണുനീരിന് മറികടക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ അപ്പാ. യേശുവേ, ദാവീദ് പുത്ര, മനസ്സലിയണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ നീറുന്ന വേദനകളെയെല്ലാം പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ സമസ്ത പ്രാർത്ഥനാ വിഷയം ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മക്കളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിന് വകയില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും അങ്ങയുടെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. നാഥാ, നീ അവിടുന്ന് ഞങ്ങളെ കൈവിടല്ലേ, ഉപേക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൽ സമർത്ഥമായി ഓരോ മക്കളെയും നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും ക്രിസ്തുവിൽ തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ് അപ്പച്ചാ, എല്ലാ ബുദ്ധിമുട്ടും എല്ലാ മക്കളുടെയും തീർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ അറിഞ്ഞു കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഹാലേലുയ. നന്ദി പിതാവേ, നന്ദി നന്ദി. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, ഞങ്ങളെ സഹായിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ. സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, ജോലിയില്ലാത്ത ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകണം. ജോലി ചെയ്യുന്ന മക്കളെ കർത്താവ് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നടത്തിക്കൊള്ളണം. ഏറിയ പ്രതിഫലം കൊടുത്തവരെ മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. അങ്ങനെ മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഓരോ ആഗ്രഹങ്ങളെയും നിവർത്തിക്കണമേ. കണ്ണുനീരിന് മറികടക്കരുതേ അപ്പാ. ആമേൻ. എല്ലാ ഭാരവും സ്വർഗം ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പാ. അവരുടെ ബുദ്ധിമുട്ടിനെ പൂർണ്ണമായും തീർത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സമയം വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവ് ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കട്ടെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളെയും നീട്ടും ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സമയം ഹാലേലുയ കർത്താവേ. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തോത്രം. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ടൊന്ന് സമർപ്പിച്ച് തരിക നാഥ. അവിടുന്ന് ആകർഷിക്കണമേ, സഹായിക്കണേ, സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തിക്കാട്ട് കർത്താവ്. ഈ രാത്രികാലം ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പോൾ നല്ല ഉറക്കവും ആശ്വാസം കൊടുത്താട്ട് കർത്താവ്. ഹാലേലുയ. നന്ദി നന്ദി കർത്താവേ. സമാധാനത്തോടെ ഉറങ്ങിയുണർന്ന് തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഓരോ ജീവിതങ്ങളെയും ഇടയാക്കിക്കാട്ടെ. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷക്കാലം ഹാലേലുയ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. നന്ദി പിതാവേ, നന്ദി 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 നന്ദി. കാൽവറി കുരിശിലെ താൽമുദ്ര യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ എൻ്റെ അപ്പാ. ഓരോ മക്കളെയും കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കണം. കൃപയിൽ കാത്തുകൊള്ളണം. നന്മകളാൽ നടത്തണം. മഹത്വം എവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.